ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പടം ബിറ്റർ മോൺ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോയിലേക്ക് പോകാം. വിശ്വവിഖ്യാത സംവിധായകൻ റോമൻ പോളൻസ്കിയുടെ വളരെ അണ്ടർ റേറ്റഡ് എന്ന് പറയാവുന്ന ഒരു എറോട്ടിക് റൊമാൻറ്റിക് ത്രില്ലർ ചിത്രം ബിറ്റർ മോൺ. ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ കാമുകി കാമുകന്മാർ ബന്ധം എന്തു തന്നെ ആയിക്കോട്ടെ, തുടക്കത്തിൽ ഏറെ മാധുര്യം തോന്നുന്ന ഈ ബന്ധങ്ങൾക്ക് പിന്നീട് കൈപ്പേറാൻ അധികം താമസമുണ്ടാവില്ല. ബന്ധങ്ങളുടെ ഈ കാപ്പട്യത്തെ തുറന്നു കാട്ടി അതിൻ്റെ ധാർമ്മികതയും ഒപ്പം പുരുഷാധിപത്യത്തെയും ചോദ്യം ചെയ്ത് മനുഷ്യ മനസ്സിൻ്റെ ആഴത്തിലൂടെ പര്യവേക്ഷണം ചെയ്യുകയാണ് ബിറ്റർ മോൺ എന്ന ഈ ചിത്രത്തിലൂടെ സംവിധായകൻ പോളൻസ്കി. അതിനായി പ്രണയം, രതി, വഞ്ചന, പ്രതികാരം തുടങ്ങി മനുഷ്യപ്രകടനങ്ങളെ വളരെ മികവോടെ തന്നെയാണ് കഥാകഥനക്കൊപ്പം ഈ ചിത്രത്തിൽ അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. നിഗേൽ, ഫിയോന എന്നീ പേരുള്ള രണ്ട് ബ്രിട്ടീഷ് അരിസ്റ്റോക്രാറ്റിക് ദമ്പതികളിലൂടെയാണ് ചിത്രത്തിൻ്റെ കഥ ആരംഭിക്കുന്നത്. കുട്ടികളില്ലാത്ത ഈ ദമ്പതികൾ 7 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭാഗമായി ബന്ധം ദൃഢമാകാൻ ഇസ്താൻബുളിൽ നിന്നും ബോംബെയിലേക്ക് കപ്പൽ മാർഗം ഒരു യാത്ര ആരംഭിക്കുകയാണ്. ഇടയിൽ വെച്ച് വളരെ ആകസ്മികമായി മിമി എന്നു പേരുള്ള ഒരു ഫ്രഞ്ച് യുവതിയെ അവർ കണ്ടുമുട്ടുകയാണ്. ഒട്ടും വൈകാതെ അവർ മിമിയുടെ മധ്യവയസ്കനായ അമേരിക്കൻ ഭർത്താവ് ഓസ്കാറിനെയും കൂടി പരിചയപ്പെടുകയാണ്. ഡിസേബിൾഡായ അയാൾ ഒരു പുസ്തകം പോലും പബ്ലിഷ് ചെയ്യാൻ കഴിയാത്ത എസെൻട്രിക്കായ ഒരു എഴുത്തുകാരൻ കൂടിയാണ്. മറ്റുള്ളവരുടെ മനസ്സ് നന്നായി മനസ്സിലാക്കാൻ കഴിവുള്ള അയാൾക്ക് വൈകാതെ തൻ്റെ ഭാര്യയോട് നിഖേലിന് ഇൻഫെക്ഷൻ ഉള്ളതായി മനസ്സിലാക്കുന്നു. ഇത് കണക്കിലെടുത്ത് അയാൾ തൻ്റെയും മിമിയുടെയും കഥ കേൾക്കാൻ ഒറ്റയ്ക്ക് നിഖേലിനെ ക്ഷണിക്കുകയാണ്. ലൈംഗിക ജീവിതത്തിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള അവരുടെ എല്ലാ ബന്ധങ്ങളെക്കുറിച്ചും ഓസ്കാർ അയാളോട് പറയുകയാണ്. സിനിമയുടെ ഹൈലൈറ്റ് തന്നെ ഈ കഥയാണ്. അതേസമയം ദാരുണമായ അനന്തരഫലങ്ങളുള്ള ഈ കഥയിൽ സെക്സിയും സുന്ദരിയുമായ മിമിയോടുള്ള നിഖേലിൻ്റെ ആകർഷണം വലുതാവുകയാണ്. ബാക്കി സ്ക്രീനിൽ കാണുക. ഫ്രഞ്ച് എഴുത്തുകാരൻ പസ്കൽ ബക്കർണറിൻ്റെ നോവലിനെ ഒട്ടും മുഷിപ്പില്ലാതെ അവതരിപ്പിച്ചു കാണുന്ന പ്രേക്ഷകനെ അതിൻ്റെ വശ്യതയിലേക്ക് തള്ളിവിട്ട് ഒരു ഗംഭീര സംവിധാന വിരുന്നാണ് ഈ ചിത്രത്തിൽ പോളൻസ്കി ഒരുക്കിയിരിക്കുന്നത്. ബ്രില്യൻ ഡയറക്ഷൻ, 4 കേന്ദ്ര കഥാപാത്രങ്ങളും അവരുടെ റോൾ മികച്ചതാക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് എടുത്തു പറയാനുള്ളത് ഇമാനുവൽ സെഗ്നിയറിൻ്റെ പ്രകടനം തന്നെയാണ്. വശ്യത കൊണ്ട് ആരെയും ആകർഷിക്കുന്ന അവരുടെ സൗന്ദര്യവും ആ നൃത്ത ചുവടുകളും ഒപ്പം അഭിനയവും. നിഖേലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആരായാലും അതിൽ വീണുപോകും. ഇതിനു മുമ്പ് ഇവരുടെ മികച്ച പ്രകടനങ്ങൾ കണ്ടത് ദ ഡിവൈൻ ബൾ ആൻഡ് ദ ബട്ടർഫ്ലൈ, വെനീസ് ദ ഫർ, ദ നയൻത്ത് ഗേറ്റ് എന്നീ ചിത്രങ്ങളിലൂടെയായിരുന്നു. ഇതെല്ലാം മാറ്റി നിർത്തി പിന്നെ എടുത്തു പറയേണ്ടത് വാങ്കിൾസിൻ്റെ മാസ്മരിക പശ്ചാത്തല സംഗീതമാണ്. നല്ല ക്വാളിറ്റിയുള്ള ഹെഡ്സെറ്റിൽ അതൊന്ന് കേട്ടു നോക്കുക. ചിത്രം ഇനിയും കാണാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. ബിറ്റർ മോൺ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. താങ്ക് യു.